ചെറിയ 1-2 കോളിംഗ് പ്രാക്ടീസസ്, നല്ല കുറച്ച് പ്രാക്ടീസസും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഓണറെ വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ടെനൻറ്റിനെ വിളിക്കുന്ന സമയത്ത്, മോസ്റ്റ്ലി നമ്മളൊരു ഫുൾ ടൈം റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ രാവിലെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഡേ. അപ്പോൾ നമ്മൾ നോർമലി പ്രോപ്പർട്ടി ഓണേഴ്സിനെയും ടെനൻസിനെയൊക്കെ വിളിച്ചു തുടങ്ങും. പക്ഷേ ആ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പ്രോപ്പർട്ടി ഓണറെ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുന്ന സമയത്ത് ഹലോ സാർ, എൻ്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സർവീസിനെ കുറിച്ച് പറയുന്നേക്കാൾ മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ ഇപ്പോൾ സംസാരിക്കാനായിട്ട് അവൈലബിൾ ആണോ, ഞാൻ ഇന്നൊരു കാര്യം പറയാനായിട്ട് വിളിച്ചതാണ് എന്നുള്ള രീതിയിൽ നമ്മളൊരു പെർമിഷൻ എടുത്തുകൊണ്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അത് നല്ലൊരു എഫക്റ്റാണ്. ഇപ്പോൾ പ്രോപ്പർട്ടി ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഹൈ പ്രൊഫൈലുള്ള ആളുകളാണ്. കാരണം ചിലപ്പോൾ ഡോക്ടേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ എഞ്ചിനീയേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ IT ആയിരിക്കാം, ചിലപ്പോൾ NRIs ആയിരിക്കും, ചില ബിസിനസ് ക്ലാസ് ആളുകളായിരിക്കും. സോ ഇവരൊക്കെ വിളിക്കുമ്പോൾ നമ്മളൊരു പെർമിഷൻ എടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി ഫോളോ ചെയ്താൽ വളരെ നന്നായിരിക്കും. മോസ്റ്റ്ലി രാവിലെയൊക്കെ വിളിക്കുന്ന സമയത്ത് എല്ലാവരും ഓഫീസ് ടൈമിങ്ങിൽ ബിസി ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിംഗ് ഒക്കെ ഒന്ന് കറക്റ്റ് നോക്കിയിട്ട് വിളിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ലഞ്ചിൻ്റെ ടൈമിൽ ഒന്ന് വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ കറക്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റിൽ വിളിക്കുമ്പോൾ ചില ആൾക്കാർ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി ഓൺബോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഹെൽത്തി കോളാണെങ്കിൽ മാത്രമേ, ചിലപ്പോൾ നിങ്ങളുടെ സർവീസ് എത്ര വലുതും ആയിക്കോട്ടെ, ആ കോൾ ഒരു ഹെൽത്തി കോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ് കിട്ടില്ല. സോ അത് പ്രോപ്പർട്ടി ടെനൻറ്റിനെ വിളിക്കുകയാണെങ്കിലും ഓണറെ വിളിക്കുകയാണെങ്കിലും നമ്മളൊരു പെർമിഷനൊക്കെ എടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ണ്ടെങ്കിൽ, ഇത്തിരി തിരക്കാണെന്നുണ്ടെങ്കിലും ഹാദി എന്നൊരു കാര്യം ചെയ്യൂ, ഞാനൊരു ഇത്ര മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആവുക, അപ്പോൾ എന്നെ വിളിക്കൂ, ഞാൻ അപ്പോഴാണ് ഫ്രീ ആവുക. അപ്പോൾ അങ്ങനെ ഒരു പ്രിവിലേജ് അവിടെ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ പ്രാക്ടീസസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി ഓണർ അല്ലെങ്കിൽ ഒരു ടെനൻറ്റിനെ ചിലപ്പോൾ ഒരു സമയത്ത് വിളിച്ചാൽ കിട്ടണം എന്നില്ല. അപ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു ലീഡ്, അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ കിട്ടിയത് ഒരു 5 ലീഡാണ്. അപ്പോൾ അവർ രാവിലെ വിളിച്ചപ്പോൾ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു 3 തവണയേക്കാൾ കൂടുതൽ ഒരു ദിവസം ഒരു ആളെ വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഒരു 3 തവണയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ നമ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് വെച്ചാൽ വാട്സാപ്പ് നോക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ച് വിളിക്കും. ചില ആളുകൾ ചിലപ്പോൾ അന്നത്തെ ദിവസം എന്തെങ്കിലും തിരക്കായതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു പരിധിയിൽ കൂടുതൽ ഒരു കോൾ വിളിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഹെൽത്തി കോൺവെർസേഷൻ എപ്പോഴും നമ്മൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ഫോളോ അപ്പുകളാണെങ്കിലും ഓൺ എ ഡെയിലി ബേസിസ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഹോപ്പ് വിടാതെ വേണം ഫോളോ അപ്പ് ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് ഒരു നല്ല പ്രോസ്പെക്റ്റീവായിട്ടുള്ള ഒരു ടെനൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു ടെനൻ്റ് ആയിരിക്കും. അപ്പോൾ വിളിച്ച് കിട്ടാനോ അല്ലെങ്കിൽ ഒരു ഓവർ ദ കോളോ മെസ്സേജിലോ നമുക്ക് റീപ്ലൈ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളത് വളരെ കൺസിസ്റ്റൻ്റായി ഒരാൾ, ഇപ്പോൾ നിങ്ങളൊരു പ്രോപ്പർട്ടി ഓണറെ ഒരു ടെനൻറ്റിനെ വിളിക്കുന്ന സമയത്ത് ഒരു ലീഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതിൻ്റെ ഫിനിഷിങ് എവിടെയായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഹാദി നിങ്ങളുടെ സർവീസ് എനിക്ക് എടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടി റെൻ്റ് ഔട്ടായി, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്. അതായത് യെസ് ഓർ നോ എന്നുള്ള ഒരു ഉത്തരമാണ് ഒരു ലീഡിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എന്നാലാണ് ആ ഒരു ലീഡ് നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടത്. മനസ്സിലായോ? അതായത് ഒരു ലീഡ് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് എന്താ പറയുക, ഒരു ഇൻഷുറൻസ് കമ്പനി വിളിക്കുന്ന പോലെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുകയല്ല, എന്നാലും പറയാം, നോർമലി നമുക്ക് ഇൻഷുറൻസ് കോൾസ് അല്ലെങ്കിൽ ടെലി കോൾസൊക്കെ നമ്മളതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ടൈപ്പിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആയിരിക്കരുത്. അതായത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫോളോ അപ്പിലൂടെ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയിപ്പിക്കലാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ വളരെ ഇമ്പാക്റ്റുള്ളൊരു സാധനം. അതായത് നിങ്ങൾക്ക് ഒരു 5 ലീഡ് ഇല്ലെങ്കിലും അത് വളരെ പ്രോപ്പറായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ബിസിനസ് നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് കിട്ടും. അതായത് ഇപ്പോൾ ഒരാളെ ചിലപ്പോൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഹെൽത്തി കോളല്ല, എന്നാൽ പോലും ഒരു യെസ്സോ നോയും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ലീഡ് നമ്മൾ കളയുകയല്ല വേണ്ടത്. ആ ലീഡിനോട് വളരെ പ്രോപ്പറായി നമ്മൾ ഒരു കൺസിസ്റ്റൻറ്റ് ഫോളോ അപ്പ് നടത്തി ഒരു കൺസിസ്റ്റൻറ്റ് എഫേർട്ട് ഇട്ടുകൊണ്ട് യെസ് ഓർ നോ എന്ന് പറയിപ്പിക്കലാണ് ഇതിനകത്തുള്ള ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞത്. കാരണം ചില പ്രോപ്പർട്ടി ഓണേഴ്സ് ഒരു ഏജൻറ്റ് വിളിക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഒരു പ്രോപ്പർട്ടിയൊക്കെയുള്ള ചില ഓണേഴ്സിനൊന്നും ചിലപ്പോൾ ഏജൻറ്റ് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഒരു ഏജൻറ്റ് കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ആദ്യത്തെ വട്ടം ചിലപ്പോൾ അത്ര ഇമ്പ്രസീവ് ആയിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെൽത്തി ഫോളോ അപ്പുകളും, അതുപോലെ തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, വളരെ ക്ലിയർ ആയിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാർ നമ്മളെ വാല്യുവേറ്റ് ചെയ്യുന്നത് പല പാരാമീറ്ററിലായിരിക്കും. ചിലപ്പോൾ ആൾ നോക്കുന്ന സമയത്ത് ഒരു ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഒരു വാട്സാപ്പൊക്കെ നോക്കുമ്പോൾ ഒരു ഓർഗനൈസ്ഡ് അല്ല, ഒരു സീരിയസ് ആയിട്ടുള്ള ആളല്ല, പുള്ളിനെ ഞാൻ ഏൽപ്പിച്ചാൽ ശരിയാവില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു ഹാർഡ് ഏൺഡ് മണിയിൽ മേടിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നന്നായി സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളാണെങ്കിലും എല്ലാവരും ആണെങ്കിലും അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴൊരു ഒരു പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യുക, ഒരു ഹെൽത്തി കോൺവെർസേഷനിൽ കൊണ്ടുപോകുക, ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ടാണ് ആ രീതിയിലൊക്കെ നമ്മളൊരു റോഡ് മാപ്പ് നമ്മുടെ കോഴ്സിൽ ഡിസൈൻ ചെയ്തത്. ഈ ഒരു രീതിയിലാണ് എൻ്റെ സക്സസ്സും സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത മൊഡ്യൂളായിട്ട് പിന്നെയും കാണാം. ഈ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.